ഒരു കാലത്ത് ഗൾഫ് എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പണമുണ്ടാക്കി നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു താൽക്കാലിക ഇടത്താവളം മാത്രമായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി സമ്പാദിക്കുക, നാട്ടിൽ നല്ലൊരു വീട് വയ്ക്കുക, മക്കളെ ഉന്നത വിദ്യാഭ്യാസം പഠിപ്പിക്കുക, ഒടുവിൽ വാർദ്ധക്യകാലത്ത് നാട്ടിൽ തന്നെ തിരികെ വന്ന് വിശ്രമ ജീവിതം നയിക്കുക എന്നതായിരുന്നു പരമ്പരാഗതമായ പ്രവാസി സ്വപ്നം. എന്നാൽ ഇന്ന് ആ കാഴ്ചപ്പാടുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അടുത്തിടെ കോൺസുലം, ഹാരിസ് എക്സ് എന്നീ പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ സംയുക്തമായി നടത്തിയ പുതിയ സർവേ ഈ മാറ്റത്തെ വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്നുണ്ട്. യുഎയിലെ 86% ആളുകളും, പ്രത്യേകിച്ച് പ്രവാസികൾ, രാജ്യത്ത് തന്നെ ദീർഘകാലം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യവും പ്രാദേശിക സംഘർഷങ്ങളും നിലനിൽക്കുമ്പോഴും സുരക്ഷിതത്വവും മികച്ച സാമ്പത്തിക ഭദ്രതയും നൽകുന്ന ഗൾഫിൽ തന്നെ തങ്ങളുടെ ഭാവിയും വാർദ്ധക്യവും ചെലവഴിക്കാൻ ഇവർ ഉറച്ചു തീരുമാനിച്ചിരിക്കുന്നു. യുഎയുടെ ചരിത്രം പരിശോധിച്ചാൽ എണ്ണ ഖനനത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ വിദേശ തൊഴിലാളികളുടെ വലിയൊരു ഒഴുക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. അന്ന് തൊഴിൽ വീസകൾ കർശനവും സ്പോൺസർഷിപ്പ് നിയമങ്ങൾ വളരെ സങ്കീർണവുമായിരുന്നു. വിദേശികൾക്ക് അവിടെ സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ വസ്തുവകകൾ വാങ്ങാനോ ഉള്ള പരിമിതികൾ നിരവധിയായിരുന്നു. അതിനാൽ തന്നെ അക്കാലത്തെ പ്രവാസികൾ ഗൾഫിനെ ഒരു സ്ഥിരതാമസ കേന്ദ്രമായി ഒരിക്കലും കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ യുഎഇ ഭരണകൂടം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ചിന്താഗതിയെ വേരോടെ മാറ്റിമറിച്ചു. ഗോൾഡൻ വിസ പോലെയുള്ള ദീർഘകാല താമസാനുമതികൾ സാധാരണക്കാർക്കും സംരംഭകർക്കും ലഭ്യമായതോടെ പ്രവാസികൾ യുഎഇയെ തങ്ങളുടെ രണ്ടാമത്തെ വീടായി കാണാൻ തുടങ്ങി. 10 വർഷം വരെയുള്ള വിസകൾ ലഭിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അവർക്ക് വലിയ ധൈര്യം ലഭിച്ചു. ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം സ്വന്തമായി അപ്പാർട്ട്മെന്റുകളും വില്ലകളും വാങ്ങാൻ പ്രവാസികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ നഗരങ്ങളിൽ കാണുന്നത്. ഇത് കേവലം ഒരു നിയമപരമായ മാറ്റം മാത്രമല്ല, പ്രവാസികളുടെ മാനസികാവസ്ഥയിലുണ്ടായ എക്കാലത്തെയും വലിയൊരു മാറ്റം കൂടിയാണ്. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരുമ്പോൾ യുഎഇ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷിതത്വമാണ്. പാതിരാത്രിയിൽ പോലും ഒരു ഭയവുമില്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും റോഡിലൂടെ നടക്കാൻ കഴിയുന്ന ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് യുഎഇ. നിയമങ്ങൾ കർശനമാണ്, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതും സുതാര്യവുമാണ്. ഈ സുരക്ഷിതത്വം പണം കൊടുത്താൽ ലഭിക്കുന്ന ഒരു സാധാരണ കാര്യമല്ല. കോൺസുലം, ഹാരിസ് എക്സ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പ്രവാസികളും തങ്ങളുടെ തീരുമാനത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സുരക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ വളർത്താൻ ഇതിലും മികച്ച മറ്റൊരു രാജ്യമില്ലെന്ന് പലരും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ പലപ്പോഴും രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും യുഎഇയുടെ ആഭ്യന്തര സമാധാനത്തെ ബാധിക്കാറില്ല. സർവേയിൽ പങ്കെടുത്ത 93% ആളുകളും പ്രാദേശിക പ്രതിസന്ധികളിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാൻ യുഎഇ ഭരണകൂടത്തിന് പൂർണ്ണമായി കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രവാസികൾ യുഎഇയിൽ തുടരുന്നത് അവിടെ നികുതിയില്ലാത്ത വലിയ വരുമാനം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അടുത്തിടെയായി യുഎഇയിൽ മൂല്യവർദ്ധിത നികുതിയും കോർപ്പറേറ്റ് ടാക്സും നിലവിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും പ്രവാസികളുടെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രൊഫഷണലുകൾ അവിടേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം അവർ നൽകുന്ന നികുതിക്ക് കൃത്യമായ മൂല്യം ജീവിത നിലവാരമായി അവർ സർക്കാരിൽ നിന്നും തിരികെ ലഭിക്കുന്നു എന്നതാണ്. ലോകോത്തര നിലവാരമുള്ള ആശുപത്രികൾ, മികച്ച വിദ്യാഭ്യാസം നൽകുന്ന അന്താരാഷ്ട്ര സ്കൂളുകൾ, വിശാലമായ റോഡുകൾ, ആധുനിക ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരു സാധാരണക്കാരന് എളുപ്പത്തിൽ പ്രാപ്യമാണ്. ഒരു വ്യക്തി തൻ്റെ രാജ്യത്ത് നൽകുന്ന നികുതിക്ക് പകരം എന്താണ് ലഭിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അയാളുടെ ജീവിത നിലവാരം നിശ്ചയിക്കപ്പെടുന്നത്. യുഎഇ ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയൊരു മാതൃകയാണ്. മികച്ച തൊഴിലവസരങ്ങൾക്കൊപ്പം തന്നെ സമാധാനപരവും ആധുനികവുമായ ഒരു ജീവിത രീതി അവർ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. ഇത് ജനങ്ങളിൽ സമ്പദ് വ്യവസ്ഥയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 92% ആളുകൾക്കും യുഎഇയുടെ സാമ്പത്തിക അടിത്തറയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെന്ന് സർവേ അടിവരയിടുന്നു. പഴയ തലമുറയിലെ പ്രവാസികളും ഇന്നത്തെ തലമുറയിലെ പ്രവാസികളും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം വളരെ വലുതാണ്. മുൻകാലങ്ങളിൽ ഗൾഫിൽ പോകുന്ന ഭൂരിഭാഗം പേരും തങ്ങളുടെ കുടുംബത്തെ നാട്ടിൽ നിർത്തി സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ഏക ലക്ഷ്യം നാട്ടിലേക്ക് പണം അയക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസവും പ്രൊഫഷണൽ യോഗ്യതകളുമുള്ള യുവതലമുറയാണ് യുഎഇയിലേക്ക് കുടിയേറുന്നത്. അവർ തങ്ങളുടെ ജീവിതം മികച്ച രീതിയിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കുടുംബത്തെ ഒപ്പം കൂട്ടുകയും വാരാന്ത്യങ്ങളിൽ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. യുഎഇയിലെ ബഹുസ്വര സമൂഹമാണ് ഇതിന് ഏറ്റവും വലിയ കാരണം. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടം ലോകത്ത് തന്നെ അപൂർവമാണ്. ഇത് വ്യക്തികളുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും പുതിയ ഭാഷകളും സംസ്കാരങ്ങളും പഠിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. സ്വന്തം നാട്ടിൽ ലഭിക്കാത്ത ഒരു ആഗോള പൗരൻ എന്ന വലിയ പരിഗണന യുഎഇ അവർക്ക് നൽകുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും കഴിഞ്ഞാൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷയാണ്.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരോഗ്യ മേഖലയിൽ UAE നടത്തുന്ന വൻ നിക്ഷേപങ്ങൾ അതിശയകരമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാരും ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യകളും ഇന്ന് UAE ലഭ്യമാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ ലഭിക്കുന്ന അതിവേഗ ആംബുലൻസ് സേവനങ്ങൾ മുതൽ ഡിജിറ്റൽ ഹെൽത്ത് കെയർ വരെയുള്ള സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതിനൊപ്പം തന്നെ മികച്ച ഗതാഗത സംവിധാനങ്ങളായ മെട്രോ, ട്രാം എന്നിവയെല്ലാം ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നു. ദുബായ് മെട്രോയും അബുദാബിയിലെ പുതിയ ഗതാഗത പദ്ധതികളും ഒരു സാധാരണ പ്രവാസിയുടെ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. ജോലി കഴിഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു എന്നത് വളരെ വലിയൊരു മാനസിക ആശ്വാസമാണ്. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. UAEയിലെ ജീവിതം പൂർണ്ണമായും വെല്ലുവിളികളില്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവാണ്. പ്രത്യേകിച്ച് ദുബായ്, അബുദാബി പോലെയുള്ള വലിയ നഗരങ്ങളിൽ വീട്ടുവാടക, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ദൈനംദിന ചെലവുകൾ എന്നിവ സാധാരണക്കാരായ പ്രവാസികൾക്ക് പലപ്പോഴും വലിയ ഭാരമായി മാറാറുണ്ട്. ഇതൊരു നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത്? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഉയർന്ന ജീവിത ചെലവിനൊപ്പം തന്നെ മികച്ച ശമ്പളവും കരിയർ വളർച്ചയ്ക്കുള്ള നിരവധി അവസരങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്. പണം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി അന്തസ്സുള്ളതും സമാധാനപരവുമായതുമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നതിനാണ് ആധുനിക തലമുറ പ്രാധാന്യം നൽകുന്നത്. നാട്ടിലേക്ക് മടങ്ങിയാൽ ഒരുപക്ഷെ ജീവിത ചെലവ് കുറവായിരിക്കാം. എന്നാൽ അവിടെ ലഭിക്കുന്ന തൊഴിൽ സാഹചര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികളുടെ ഭാവി എന്നിവ UAE നൽകുന്ന നിലവാരത്തിനൊപ്പം എത്തുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വെല്ലുവിളികൾക്കിടയിലും വലിയൊരു വിഭാഗം ആളുകൾ UAEയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ UAE ഇപ്പോൾ പ്രവാസികൾക്ക് കേവലം ഒരു ജോലി ചെയ്യാനുള്ള ഇടം മാത്രമല്ല, തങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തങ്ങളുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ്. കോൺസുലം ഹാരിസ് എക്സ് സർവേ അസന്നിഗ്ധമായി വിരൽ ചൂണ്ടുന്നത് ഈ വലിയ സാമൂഹിക മാറ്റത്തിലേക്കാണ്. സുരക്ഷിതത്വം, സാമ്പത്തിക ഭദ്രത, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ശക്തവും ദീർഘവീക്ഷണമുള്ളതുമായ ഭരണ നേതൃത്വം എന്നിവയാണ് UAE ലോകത്തെ മറ്റ് വികസിത രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. വരും കാലങ്ങളിൽ പ്രവാസികളുടെ ഈ പ്രവണത കൂടുതൽ ശക്തമാകും എന്ന് വേണം നമ്മൾ കരുതാൻ. ലോകമെമ്പാടുമുള്ള മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും അവരെ രാജ്യത്ത് തന്നെ നിലനിർത്താനും UAE ഭരണകൂടം നടപ്പിലാക്കുന്ന പുത്തൻ നയങ്ങൾ വലിയ വിജയമാണ് നേടുന്നത്. ഒരുപക്ഷെ നാളത്തെ ലോകത്ത് സ്വന്തം രാജ്യം ഏതാണ് എന്നതിനേക്കാൾ എവിടെ ജീവിക്കാനാണ് ഏറ്റവും സുരക്ഷിതത്വവും സൗകര്യപ്രദവും എന്നതായിരിക്കും മനുഷ്യൻ നോക്കുന്നത്. നാട്ടിലേക്ക് പണമയക്കുന്ന യന്ത്രങ്ങൾ എന്ന പഴയ സങ്കല്പത്തിൽ നിന്ന് മാറി അഭിമാനമുള്ള ആഗോള പൗരന്മാർ എന്ന നിലയിലേക്ക് പ്രവാസികൾ മാറുന്ന ഈ പുതിയ കാലം നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.